പ്രിയപ്പെട്ടവരെ, എപ്പോഴും നീ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. ഓരോ മനുഷ്യനെ കൊണ്ടുവന്ന് തെറ്റ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴും, അവനെ വഴി പിഴപ്പിച്ച് കഴിയുമ്പോഴും, അവനെ കൊണ്ടുവന്ന് കുഴിക്കകത്തേക്ക് ചാടിച്ച് കഴിയുമ്പോ നിനക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. എപ്പോഴും നീ ചിരിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, എടാ ശപിക്കപ്പെട്ടവരെ, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് ശൈത്താനോട് ചോദിക്കുകയാണ്, നീ നിന്റെ ആയുസ്സിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ജീവിതത്തില് 4 അവസരങ്ങളിൽ കരഞ്ഞുപോയി നബിയേ. ഞാൻ എന്റെ ജീവിതത്തിൽ 4 അവസരങ്ങളിൽ വല്ലാതെ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ശപിക്കപ്പെട്ടവനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ കരഞ്ഞ 4 അവസരങ്ങൾ ഏതാണ്? നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച, നീ കരഞ്ഞുപോയ 4 അവസരം ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ, ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഞാൻ കലഞ്ഞുപോയ 4 അവസരങ്ങളിൽ ഒരവസരം ഏതെന്നറിയുമോ? അങ്ങ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, അങ്ങയുടെ ഉമ്മ അങ്ങ് പ്രസവിച്ച ദിവസമുണ്ടല്ലോ, ആ ദിവസം ഞാൻ വല്ലാതെ കരഞ്ഞുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസം ശപിക്കപ്പെട്ട ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയെന്നവിടെന്ന് പറയുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? ശൈത്താൻ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന ചോരക്കുഞ്ഞിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ആ ശപിക്കപ്പെട്ടവൻ ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ നുള്ളുകയാണ്. ആ കുഞ്ഞിനെ അവന് വേദനിപ്പിക്കുകയാ. എന്നെയും നിങ്ങളെയും നമ്മുടെ ഉമ്മ പ്രസവിച്ചപ്പോ അവൻ നമ്മുടെ ചാരത്ത് വന്നിട്ട് നമ്മുടെ ശരീരം വേദനിപ്പിക്കുകയാണ്. ആ വേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് കരഞ്ഞപ്പോ ശൈത്താൻ അടുത്ത് നിന്നിട്ട് ചിരിക്കുകയാ. ഞാനും നിങ്ങളും കരയുന്ന സമയത്ത് അവൻ അടുത്ത് നിന്നിട്ട് ചിരിക്കുകയാണ്. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ കരഞ്ഞ അല്ലാഹുവിന്റെ റസൂലായിരുന്നില്ല, ശപിക്കപ്പെട്ട ശൈത്താനാണ് കരഞ്ഞത്, ശപിക്കപ്പെട്ടവനാണ് കരഞ്ഞത്. അതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുഞ്ഞു ജനിച്ചാൽ അവന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവേ, വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കുകയാണ്, ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പടച്ചറപ്പിനെ കുറിച്ചാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പടച്ചറപ്പിനെ കുറിച്ചാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിച്ചില്ല, അവിടത്തെ ചെവിയിൽ കാമത്ത് കൊടുത്തില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. ആ സമയത്തൊരു കുഞ്ഞും സംസാരിക്കാറില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. എന്തേ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു അക്ബർ കബീറാ, അല്ലാഹു അക്ബർ കബീറാ,
അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ പ്രവാചകനെ സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടിട്ട് ശൈത്താൻ കരഞ്ഞുപോയെന്ന് പ്രവാചകരോട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകന്റെ പേരിൽ പറയുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്ത് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യാൻ ഒരുമിച്ച് കൂടിയവരാ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അബൂ നഈം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുടെ നബിദിനത്തിന്റെ സമയം കടന്നു വരുമ്പോ മദ്രസയിലെ കുട്ടികൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാറുണ്ട്. മദ്രസയിലെ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവര് നബിദിനത്തിന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. ഏത് പ്രസംഗമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ പിടിച്ചിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. ഒരു വേട്ടക്കാരൻ അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് കെണി വെച്ചിട്ട് ഒരു മാനിനെ പിടിക്കുകയാണ്. ഒരു മാൻപേടയെ കിട്ടിയ സന്തോഷത്തോടെ ആ മനുഷ്യൻ അതാ നടന്നു പോകുമ്പോ വേട്ടക്കാരന്റെ പിടിയിൽ പെട്ടുപോയ മാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ ആ മാന് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന മാന് പറയുകയാണ്, നബിയേ അല്പസമയത്തേക്ക് എന്നെ ഒന്ന് മോചിപ്പിക്കുവോ? എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാ നബിയേ, എന്നെ അല്പസമയത്തേക്കൊന്ന് മോചിപ്പിച്ചു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാൻപേട പറയുന്നത് കേട്ടിട്ട് വേട്ടക്കാരനോട് പറഞ്ഞു, മനുഷ്യാ, ഈ മാൻപേടയെ ഒരല്പസമയത്തേക്ക് നീ മോചിപ്പിച്ചു കൊടുക്കുവോ? അതതിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അതിന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരും. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ വേട്ടക്കാരൻ ചോദിക്കുന്നു, നീ എന്തേ പറയുന്നത്? നിങ്ങൾ എന്തേ പറയുന്നത്? ഈ മാൻപേട പോയാ തിരിച്ചു വരില്ലല്ലോ, രക്ഷപ്പെട്ടു പോയാ പോകുമല്ലോ, പിന്നെ എന്തേ മുഹമ്മദേ നീ ഇങ്ങനെ പറയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരൻ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മാനിനോട് ചോദിച്ചു, നീ പോയിട്ട് തിരിച്ചു വരുവോ? നീ പോയിട്ട് തിരിച്ചു വരുവോ? ആ സമയത്ത് ആ മാൻ പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേര് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് ഒരു മനുഷ്യന് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ മുകളിൽ ഉണ്ടാകട്ടെ നബിയേ. ആ മാൻപേട പറഞ്ഞു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടു. ആ മനുഷ്യന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സലാത്ത് പറയാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
മുഹമ്മദ് മുസ്തഫ പോരാ, നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സലാത്ത് പറയാത്തവന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നിരുന്നിട്ട് അള്ളാന്റെ ശാപം വാങ്ങിയിട്ട് പോകരുത്. അതാ ഞാൻ പറഞ്ഞു. പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവന് പടച്ച റബ്ബിന്റെ ശാപം കിട്ടുന്ന, അള്ളാന്റെ ശാപം വാങ്ങി വെച്ചാൽ പിന്നെ നീ രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുമല്ലോ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുന്നവളല്ലേ, നിനക്ക് എന്ത് പ്രതിഫലം? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, കഴിഞ്ഞ ഡിസംബർ 25-ന് ശേഷം അല്ലാഹുവേ, ഈ ഒരു വർഷക്കാലം അല്ലാഹുവേ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? മഹാനായ അബുൽ ഖസ്സാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു ദിവസം 100 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ഒരു വർഷക്കാലം പടച്ചറപ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. ഈ സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഒരു മനുഷ്യന് 100 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ അന്നത്തെ ദിവസമുണ്ടല്ലോ, രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ എന്ന ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ അല്ലാഹുവേ 24 മണിക്കൂറും പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്ത, നിസ്കരിച്ച, ഖുർആൻ ഓതിയ, ദിക്റുകൾ പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാര്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ്. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയാ, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തരികയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ടായിരുന്നു. പടച്ചവരെ പാപങ്ങൾ ചെയ്തു അല്ലാഹുവേ വളരെ മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എല്ലാവർക്കും വല്ലാത്ത വെറുപ്പായിരുന്നു. ആ മനുഷ്യനോട് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യന് മരണപ്പെടുകയാണ്. ഒരു ദിവസം ആ മനുഷ്യൻ മരണപ്പെട്ടു. ആരും മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നില്ല, ആരും മയ്യത്ത് പൊതിയാ പോകുന്നില്ല, മയ്യത്ത് നിസ്കരിക്കാൻ ആരും പോകുന്നില്ല, ഖബർ കുഴിക്കാൻ ആരും പോകുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. നാട്ടുകാർ മുഴുവനും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ
ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, ആ മനുഷ്യന്റെ കഫം പൊതിയണം നബിയേ, ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കണം നബിയേ, ആ മനുഷ്യന് വേണ്ടി ഖബർ കുടിച്ചു കൊടുക്കണം നബിയേ, ആ മനുഷ്യനെ ഖബറടക്കണം നബിയേ. മൂസാ നബിയോട് പടച്ചറപ്പ് പറയുകയാ. നാട്ടുകാര് മുഴുവനും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നപ്പോ പ്രവാചകനോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു, ഈ മനുഷ്യന് എന്തേ ഇത്ര പ്രതിഫലമുണ്ട്? ഈ മനുഷ്യന് ഇത്ര വലിയ ഒരു പ്രതിഫലം കേട്ടാ, ഈ മനുഷ്യന് ഇത്ര വലിയ മഹത്വം കേട്ടാ, കാരണം എന്താണെന്ന് അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ചോദിക്കുന്നു. അവിടുന്ന് പറയുന്നു, മൂസാ, ആ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ, തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുകയാ. ലോകത്തിന്റെ നേതാവിന്റെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞപ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു. ആ സ്വലാത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു ഈ മനുഷ്യന് കൊടുത്തതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് പ്രവാചകന്റെ പേരുണ്ടായിരുന്നു. ആ പേര് വായിച്ചപ്പോ ആ മനുഷ്യൻ ആ പേരിനെ ബഹുമാനിച്ചു, അവിടെ നിന്ന് സ്വലാത്ത് പറഞ്ഞു. അല്ലാഹു അതിന് കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പായിപ്രയിൽ നിന്ന് വന്നിട്ടുള്ള ആഷിഖ് എന്ന മുത്തഅല്ലിം ഈ വേദിയിൽ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആഷിഖ് എന്ന് പറയുന്ന മകൻ മുത്തല്ലിമായൊരു കുട്ടിയാണ്, അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബാ, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, മൂസാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ദാഹമില്ലാതെ ഇരിക്കണോ മൂസാ? എന്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നവര് പ്രതിഫലം പറഞ്ഞു തരാ. ലക്ഷക്കണക്കിന് സ്വലാത്ത് പടച്ചവനെ ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ ഖബറിനകത്ത് നിന്നെഴുന്നേറ്റിട്ട് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. അന്ന് ചെമ്പിന്റെ തറയാണല്ലോ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമാണല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, സലാത്ത് പറഞ്ഞ പെങ്ങള്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമല്ലാതെ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പുണ്യമായ പാനീയമല്ലാതെ മറ്റൊരു പാനീയമില്ലാത്ത ദിവസമുണ്ടല്ലോ. പടച്ചറപ്പിന്റെ അർശിന്റെ താഴ്ഭാഗമല്ലാതെ പടച്ചവരെ തണലില്ലാത്ത ഒരു സ്ഥലമില്ലല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുന്നു, അല്ലാ, നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, പടച്ചവനെ നരകത്തിലിട്ടാൽ കുഴപ്പമില്ല റബ്ബേ,
ഇവിടെ നിൽക്കാ വയ്യ പടച്ചവര്, എന്റെ കാല് പൊള്ളുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നാളെ പരലോകത്ത് കിടന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. ചമ്മിന്റെ തറയിൽ നിന്നുകൊണ്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ തലകുനിച്ച് വസ്ത്രമില്ലാതെ ജനങ്ങൾ കരയുന്ന ദിവസമുണ്ടല്ലോ. എത്ര വെള്ളം കുടിച്ചാൽ ദാഹം മാറാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് നാളെ പരലോകത്ത് അല്ലാഹു ദാഹം കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിനക്ക് കിടന്ന് യാചിക്കേണ്ടി വരില്ല. അവിടെ കിടന്ന് വെള്ളത്തിന് വേണ്ടി കിടന്ന് നിനക്ക് യാചിക്കേണ്ടി വരില്ല. അല്ലാഹു നിനക്ക് ദാഹം തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നാലാമത്തെ പ്രതിഫലം എന്ത്? ലക്ഷക്കണക്കിന് സലാത്ത് പറഞ്ഞിട്ട് ആ കണക്കിന് എല്ലാ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആ കോടാനുകോടി സലാത്തുകൾ മുഴുവനും അങ്ങ് മദീനയിലെ റൗള ശരീഫിന്റെ താഴെ കിടന്നിറങ്ങുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് അല്ലാഹുവേ ഇവിടെ ഇരുന്നു കൊണ്ട് നേർച്ച ചെയ്യാ വന്ന പെങ്ങള് ഇവിടേക്ക് വരുമ്പോ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങളാണല്ലോ. എന്തെല്ലാം പ്രതീക്ഷയോട് അല്ലാഹുവേ ഒരുപാട് ആഗ്രഹങ്ങളോട് കടന്നു വന്നതല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാല്, എന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യർ സ്വലാത്ത് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പെങ്ങളെ ഈ സദസ്സിൽ വരുമ്പോ നിനക്കൊരാഗ്രഹമല്ലേ ഉള്ളൂ? ഉസ്താദേ കടം മാറണം, ഉസ്താദേ രോഗം മാറണം, ഉസ്താദേ പ്രയാസം മാറണം, എന്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, എന്റെ മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം, എന്റെ ഭർത്താവ് നന്നാകണം, മാരക രോഗങ്ങൾ മാറണം, അറുത്തുമുറിക്കുന്ന രോഗത്തെ തൊട്ട് പടച്ചവന് കാക്കണം, എന്റെ കടം മാറണം, എനിക്ക് സുഖപ്രസവം കിട്ടണം, എനിക്ക് സ്വാലികാക സന്താനങ്ങളെ കിട്ടണം, എന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകണം, എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകണം. പടച്ചവരെ നൂറുകണക്കിന് പ്രതീക്ഷയുമായി നൂറുകണക്കിന് ആഗ്രഹവുമായി ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ. ഓരോ ദിവസം പെങ്ങള് ഓരോ ദിവസവും അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സഹാബ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞാൽ ഈ ദുനിയാവിലെ 30 കാര്യങ്ങള് അല്ലാഹു സാധിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള 30 മോഹങ്ങളുണ്ടല്ലോ, ഒന്നല്ല പെണ്ണ് 10 പെണ്ണ്, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അതാ 30 ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ദുനിയാവിലെ 30 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന പെങ്ങളെ ബാക്കി 70 കാര്യങ്ങളുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിന്റെ 70 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒരു പ്രതിഫലം 30 ദുനിയാവിലെ 30 ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരും. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ഓരോ ദിവസവും സലാത്ത് പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഓരോ ദിവസവും നീ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുമ്പോൾ നിന്റെ ഈ ദുനിയാവിലെ 30 കാര്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ
ഓരോ ദിവസവും നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള 30 മോഹങ്ങൾ, ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരും. 2, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ അവിടെയാണ് നിനക്ക് സഹായം വേണ്ടത്, അവിടെയാണ് ആരും സഹായിക്കാനില്ലാത്തത്. ആ ദിവസം നിന്റെ 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയൂ. അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിച്ചാലേ, അവിടേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം. ആ പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിക്കുമ്പോ നിനക്ക് പ്രവാചകനിലൂടെ പടച്ച റബ്ബിന്റെ മുന്നിലെത്താൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നറിയോ? ഒരു മനുഷ്യനെ പടച്ച റബ്ബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവന്റെ കണ്ണ് അല്ലാഹുവാകും, അവന്റെ കൈ അല്ലാഹുവാകും, അവന്റെ കാൽ അല്ലാഹുവാകും, അവന്റെ ഹൃദയം അല്ലാഹുവാകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റൂല. മോശമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിനക്ക് എത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്നേഹിച്ചവരിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവന് 5 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു അവന് 5 പരീക്ഷണങ്ങൾ കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അല്ലാഹു സ്നേഹിക്കുന്നുണ്ട്, പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ കൈവെക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പോനൊന്ന് കാണട്ടെ, ഉറങ്ങിട്ടിരിക്കുക. അതിനെന്താ പിശുക്കത്തിനെന്താ? അരക്കയ്യന്മാരാരെങ്കിലും അരക്കൈ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കി. നിങ്ങളെങ്ങനെ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. എവിടെ വെച്ച്? ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് കാണും. മരണസമയത്തും മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന സമയത്തും നിനക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിയും. 6 അടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ റൗളയുടെയും നിന്റെ ഖബറിന്റെ ഇടയിൽ ഒരു വാതിലുണ്ടാകും. ആ വാതിൽ തുറന്നിട്ട് നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാം. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്റെ അതിഥിയായി നിനക്ക് സ്വർഗത്തിൽ കടക്കാം. നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? തലകുത്തിയൊന്നും നിൽക്കണ്ട. എന്ത് ചെയ്യണമെന്നറിയുവോ? തലകുത്തി കിടന്ന് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും ഓതിയാൽ നിനക്കിതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോതിയാ മതി? തണുക്കണ പൊതച്ചു കൂടി ഇങ്ങനെ ഇരിക്കണ എല്ലാരും എന്ത് ചെയ്താ മതി? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതാമെന്ന് മനസ്സുള്ളവര് കൈവക്ക്. ഒറ്റ ആയത്ത്. എന്താ പടച്ചവനെ, പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിയ പടച്ചവനെ 50 ബസ് വിളിച്ചു വരാം.
പൈസ ഞാൻ ചോദിക്കും. അപ്പോഴും ഇതുപോലെ ഈ ഉത്സാഹം അപ്പോഴും വേണം. ഈ ഉത്സാഹം കാണിക്കാൻ അപ്പോഴും അള്ളാഹു നമ്മുടെ മുഖത്ത് കണ്ട ഈ ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നീ എന്തിനാ ഉമ്മ പേടിക്കണം? നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും. നീ ചിരിച്ചോ, നല്ലതുപോലെ ചിരിച്ചോ. മരിക്കണ സമയത്ത് നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാകും. നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഓരോ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യര് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? എന്റെയും നിങ്ങളുടെയും മോഹം അത് തന്നെയല്ലേ? എപ്പോ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. ആ മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അല്ലാഹുവേ ചിലര് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നത്, അവര് കൈകാലിട്ടടിക്കുന്നത്, അവര് പേടിച്ചു പോകുന്നത് ആ മരണത്തിന് വല്ലാത്ത വേദനയുള്ളത് കൊണ്ടല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മരണവേള എങ്ങനെയെന്നറിയുമോ? നിന്റെ മരണസമയം എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങളുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ മലക്ക് നിന്റെ റൂഹ് പിടിക്കും പെങ്ങളെ. എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ, എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അല്ലാഹുവേ, മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനിലൂടെ മാത്രമേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. ആ പ്രവാചകനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ പ്രവാചകനെ മനസ്സിലാക്കിയ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. പടച്ചറപ്പിനെ നീ മനസ്സിലാക്കിയ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ? ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? യാ സഹാബ, അവനെ തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പ്രതിഫലം, നീ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവന് തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും ചെയ്യാൻ കഴിയില്ല. അവനൊരു തെറ്റ് പറ്റിപ്പോയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അല്ലാഹു തിരുത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഒരു തെറ്റ് പറ്റിയാ പടച്ചറപ്പ് തിരുത്തി തരികയാ, മനസ്സിന്റെ ഉള്ളിൽ തോന്നൽ തരികയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പടച്ചവരേ,
ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പ്രവാചകൻ അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാ. അവരെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് ഇസ്ലാമിന്റെ ശത്രുക്കളെ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയമുണ്ടല്ലോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പാവപ്പെട്ട സഹാബിയാണ്, കണ്ണ് കാണാത്ത സഹാബിയാണ്. ആ സഹാബി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകനാണെങ്കിലോ പടച്ചവനെ മക്കയിലെ ഏറ്റവും വലിയ പണക്കാര് ഇസ്ലാമിന്റെ ശത്രുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നില് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അവിടെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അവിടുന്ന് സലാം പറയുകയാണ്. ഒരു സംശയം ചോദിക്കാമെന്നതാ, ഒരു സംശയം ചോദിക്കാമെന്നതാ. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു സംശയം ചോദിക്കാൻ കടന്നു വന്നപ്പോ പ്രവാചകന്റെ നെറ്റിത്തടമൊന്ന് ചുളിയുകയാണ്. ഈ അവസരത്തിലാണോ വരുന്നത്? ഈ അവസരത്തിലാണോ വരുന്നത്? പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നല് കടന്നു വന്നപ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കുന്നു, അബസ വതവല്ല അൻജാഅഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സഹാബി സലാം പറഞ്ഞപ്പോ അവിടുന്ന് സംശയം ചോദിക്കാമെന്നപ്പോ ഈ അവസരത്തിലാണോ കടന്നു വന്നത് എന്ന് കരുതിയിട്ട് പ്രവാചകന്റെ മുഖമൊന്ന് ചുളുങ്ങിയപ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ അബസ വതവല്ല അൻജാഅഹുൽ അമാ. ഒരു കണ്ണ് കാണാത്ത ഒരു സഹാബി പടച്ചുറപ്പേ അവിടുന്ന് അങ്ങയോട് ഒരു സംശയം ചോദിക്കാമെന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു നബിയേ. ശരിയായില്ല നബിയേ, അങ്ങ് ചെയ്തത് ശരിയായില്ല നബിയേ, ഇനി ഒരിക്കലും ചെയ്യല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ചറപ്പൊരു താക്കീത് കൊടുത്തെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നീ അടുത്തു കഴിഞ്ഞാ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല. ആരൊക്കെ നിന്നെ തെറ്റിലേക്ക് ക്ഷണിച്ചാൽ തെറ്റ് ചെയ്യാൻ എത്ര വലിയ അവസരം കിട്ടിയാൽ ചെയ്യൂല പൊന്നുമോള്, ചെയ്യൂല പൊന്നുമോള്. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ. നിങ്ങൾ ആരെന്നറിയുവോ? ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയവരാരെന്നറിയുവോ? കിലോമീറ്ററുകളോളം പടച്ചവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് തളർന്നിട്ട് വന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് അവിടുന്ന് സ്വന്തം വണ്ടി വിളിച്ചിട്ട് ഈ പാതിരാത്രി സദസ്സിലേക്ക് ഒഴുകി വന്ന പെങ്ങള്, നിന്നെ കൊണ്ട് അല്ലാഹു പാപം ചെയ്യിപ്പിക്കില്ല. നിനക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ അല്ലാഹുവേ നിന്നെ തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതല്ലേ പെങ്ങളെ നിനക്ക് വേണ്ടത്? അതല്ലേ നിനക്ക് വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് എന്തു ചോദിച്ചാൽ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അല്ലാഹുവിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സദസ്സിലിരുന്നു കൊണ്ട് എന്തു ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണല്ലോ, അല്ലാഹുവിന്റെ ഖലീലാണല്ലോ. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹ്
അവിടുന്ന് ദുആ ചെയ്തു, റബ്ബേ ലോകം അവസാനം വരെയുള്ള ജനങ്ങൾ എന്നെ ഓർക്കണേ അല്ലാ, എന്നെ സ്മരിക്കണേ അല്ലാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ആ ദുആ സ്വീകരിച്ചില്ലേ? അല്ലാഹുവിന്റെ ഖലീലല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇബ്രാഹിം നബിയെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? എന്തിന്? 5 വഖത്തും പടച്ച റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണല്ലോ. ആ നിസ്കരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ ഓർക്കാതെ നമുക്ക് നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടവര്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് നിനക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ ചെറുപ്പക്കാരാ, വേണ്ടതൊക്കെ ചോദിച്ചോ പെങ്ങളെ. രോഗം മാറണോ മോളെ? കടം മാറണോ മോളെ? പ്രയാസം മാറണോ മോളെ? സമാധാനമുള്ള ജീവിതം വേണോ മോളെ? നല്ല ഒരു ഭാവി വേണോ മോളെ? സാലിഹായ ഭർത്താവിനെ വേണോ മോളെ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ? അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടണോ? പൊന്നു പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചോദിച്ചോ.